ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 14 വർഷമായി. ഈ അടുത്തൊരു ദിവസം ഇങ്ങനെ കിടക്കണ സമയത്ത് അവൾ എന്നോട് ചോദിച്ചു, നിങ്ങളോട് എനിക്ക് ഏറ്റവും സ്നേഹം തോന്നാറുള്ളത് എപ്പോഴാണെന്നറിയോ എന്ന് ചോദിച്ചു എന്നോട്. അപ്പം എനിക്കറിയുമല്ലോ, എനിക്കത് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. 14 വർഷമായി എൻ്റെ കൂടെ ജീവിക്കുന്നൊരു പെൺകുട്ടി എന്നോട് ചോദിക്കുകയാണ്, നിങ്ങളോട് എനിക്ക് ഏറ്റവും സ്നേഹം തോന്നുന്ന നിമിഷം ഏതാണെന്നറിയോ? അപ്പോൾ ഞാൻ ചോദിച്ചു, അത് ഏതാണ്, എനിക്ക് കേൾക്കണം എന്ന് പറയും. അപ്പോൾ അവരെന്നോട് പറഞ്ഞെന്താണെന്നറിയോ? അവർ ചെറിയ കുട്ടിയാകുന്നത് മുതലേ ഈ ഉറക്കത്തിൽ ഞെട്ടി ഉണരും, എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് ഞെട്ടി ഉണരും. ഇപ്പോഴും ഉണ്ടത്. അങ്ങനെ ഞെട്ടി ഉണരുന്ന സമയത്ത് അവർ പറയാ, നിങ്ങൾ എൻ്റെ അടുത്ത് കിടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ ഞാൻ നിങ്ങളിങ്ങനെ കെട്ടിപ്പിടിക്കും. അങ്ങനെ കെട്ടിപ്പിടിക്കണ സമയത്ത് നിങ്ങൾ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ തട്ടിത്തരും. ആ സമയം ഞാൻ അവൾക്ക് എന്തൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, എവിടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്, എന്തെല്ലാം സംഗതികൾ അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. എടാ, അതൊക്കെ മാഞ്ഞുപോയി. ഒരേ ഒരു സാധനം മാത്രം ബാക്കിയായി, കാരുണ്യം. മനുഷ്യർ തമ്മിൽ കൈമാറുന്നതിൽ എന്തെല്ലാം ഫീലിങ്സ് കൈമാറുന്നുണ്ട് നമ്മൾ. ഒറ്റ സാധനമേ ബാക്കിയാകുള്ളടാ. വെറുതെ പറയണല്ല, കാരുണ്യം. നമ്മുടെ മോന് 13 വയസ്സായി. എൻ്റെ ഒരു ഇക്കാക്ക മരിച്ചതാ കുറേ മുമ്പ്, 2006 മരിച്ചതാ. എൻ്റെ ഉപ്പ 2015 മരിച്ചതാ. എൻ്റെ ഉമ്മ 2013 മരിച്ചതാ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുറേ മനുഷ്യന്മാർ പോയിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഫോട്ടോ ഒക്കെ ഉണ്ട് ഫോണിൽ ഇപ്പോഴും. എൻ്റെ ഇക്കാക്കയെ എൻ്റെ മോൻ കണ്ടിട്ടില്ല, അവളും റമിയും കണ്ടിട്ടില്ല. എനിക്ക് മാത്രമാണ് അവനെക്കുറിച്ചുള്ള ഓർമ്മ. ബാബു എന്നാണ് ഞാൻ അവനെ വിളിക്കുക. എൻ്റെ തൊട്ട് മുകളിലുള്ള ആളേനു. 26ാമത്തെ വയസ്സിലാണ് മരിച്ചത്. അപ്പം ഞാൻ ബാബുവിനെ കുറിച്ച്, ഉമ്മയെക്കുറിച്ച്, ഉപ്പയെക്കുറിച്ചൊക്കെ അവരുടെ ഫോട്ടോ കാണുമ്പോഴോ അവരെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോഴോ അവരെക്കുറിച്ചുള്ള എന്തെങ്കിലും ഓർമ്മയൊക്കെ പറയണൊക്കെ സമയത്ത് ആ ഓർമ്മ ഇങ്ങനെ ഇങ്ങനെ പങ്കുവെക്കുന്ന സമയത്ത് ഒരു ചെറിയ കൈ എൻ്റെ തലയുടെ പിറകിലേക്ക് ഇങ്ങനെ വരും. ഒരു 13 വയസ്സുള്ള കൈ. എന്നിട്ട് എൻ്റെ കുട്ടി എന്നെ ഇങ്ങനെ തടവി തരും. ഞാൻ അവനോട് അങ്ങനെ ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എൻ്റെ മോനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്നറിയോ? ആ തടവിൽ മാത്രമാണ്. അവൻ എനിക്ക് തന്ന ഏറ്റവും വലിയ സന്തോഷം. അവൻ എത്ര വലിയ കുട്ടിയായാലും ഇപ്പോൾ അവനൊരു ഓർമ്മ ഞാനിങ്ങനെ പങ്കുവെക്കുമ്പോൾ അവനറിയാം ആ ഓർമ്മയിൽ ഞാൻ പൊള്ളി നിൽക്കുന്നുണ്ട്. ബാബുവിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ പെടയുന്നുണ്ട്. ഉമ്മയെക്കുറിച്ച് പറയുമ്പോൾ, ഉപ്പയെക്കുറിച്ച് പറയുമ്പോൾ ഞാനിങ്ങനെ ഉരുകുന്നുണ്ട് എന്ന് അവനറിയാം. അവൻ ഇങ്ങനെ തടവി തരും. അവൻ എത്ര വലിയ കുട്ടിയായാലും ആ തടവിലുണ്ടല്ലോ, ഞാൻ മറക്കില്ല. മനുഷ്യർ തമ്മിലുള്ള ഫീലിങ്സ് പലതും ഷെയർ ചെയ്യുന്നുണ്ട് മനുഷ്യന്മാർ തമ്മിൽ. എടാ, ഒറ്റ സാധനം ബാക്കിയാവും, കാരുണ്യം.